ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു ദിനം. എല്ലാ വർഷവും നവംബർ 25-ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര ദിനമായി നാം ആചരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുകയും അതിലൂടെ അതിക്രമം ഇല്ലാതാക്കുകയുമാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓറഞ്ച് ദ വേൾഡ്, ഫണ്ട്, റെസ്പോണ്ട്, പ്രിവെന്റ്, കളക്ട് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. 1993 UN പൊതുസഭയുടെ പ്രഖ്യാപനത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പൊതു സ്വകാര്യ ജീവിതത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ടാകുന്ന കടന്നുകയറ്റവും ശാരീരികവും മാനസികവുമായുണ്ടാകുന്ന അക്രമവും അതിക്രമമായി കണക്കാക്കാം. ഒരു കാലത്ത് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകൾ ജീവിതമാർഗം തേടി പുറത്തേക്കിറങ്ങിയപ്പോൾ അവളുടെ ലോകത്തോടൊപ്പം പ്രതിസന്ധികളും വലുതാകാൻ തുടങ്ങി. വിദ്യാസമ്പന്നരായവർക്കൊപ്പം ജോലി ചെയ്യുമ്പോഴും ശാരീരികമായും മാനസികമായും നിരവധി പ്രതിസന്ധികളിലൂടെ അവൾ കടന്നുപോകുന്നു. സ്ത്രീകൾ ഇന്ന് നേരിടുന്ന വിവിധ പ്രതിസന്ധികളെക്കുറിച്ച് സാമൂഹിക പ്രവർത്തക PE ഉഷ വാർത്താ തരംഗിണിയോട്. സ്ത്രീകളോടുള്ള അവകാശ നിഷേധങ്ങള്, സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ ഇല്ലാതിരിക്കല്, ഉള്ള അവകാശങ്ങൾ നിഷേധിക്കല്, അതുപോലെ തന്നെ സ്ത്രീ എന്നുള്ള തരത്തിൽ വേർതിരിവുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ ഒരു വ്യാപ്തിയുള്ള ഒരു വിവേചനവും അതുപോലെ അതിക്രമവും സ്ത്രീകൾക്കെതിരെ ഉണ്ട്. ഈ അതിക്രമങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാരണം ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഈ വേർതിരിവ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്ത്രീ എന്നുള്ള ശാരീരിക അവസ്ഥയും പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കാലങ്ങളായിട്ട് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ത്രീ പിന്നോക്കായിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ സ്ത്രീ അടിച്ചമർത്തപ്പെടുക എന്നുള്ളതാണ് ശരി എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസ്കാരം പ്രവർത്തിക്കുന്നത്. പിന്നെ കാലങ്ങളായിട്ട് ഇതിൽ ചെറിയ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ഇതായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പുതിയ തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും നിയമങ്ങളെയും മറികടക്കുന്നതിന് ചില സംവിധാനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് എത്രമാത്രം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു, അതുപോലെ തന്നെ തുല്യത നമുക്ക് എത്രമാത്രം അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെന്നെത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ വയലൻസിന്റെ, ഇപ്പൊ ഇന്ത്യയിൽ കാണുന്ന ഈ വയലൻസിന്റെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ രൂപങ്ങൾ നമ്മൾക്ക് ഭയങ്കരമായ വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. കാരണം സ്ത്രീയെ അതിക്രമത്തിന് ഇരയാക്കുക, എന്നിട്ട് ശാരീരികമായി പിന്നെ വളരെയധികം പരിക്കുകൾ ഏൽപ്പിക്കുക. അതുകൊണ്ട് തീർത്തും നമ്മൾ എടുക്കേണ്ട ഒരു വലിയ തീരുമാനം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയും ഇനി ഉപദ്രവിക്കപ്പെടാതെയും ഒരു സ്ത്രീയും തരതാഴ്ത്തപ്പെടാതെയും ഉള്ള ഒരു ലോകത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര ദിനമായ നവംബർ 25-ന് ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ 16 Days of Activism എന്നാണ് അറിയപ്പെടുന്നത്. അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന യുണൈറ്റ് എന്ന സംഘടന ഓറഞ്ച് ഡേ എന്നാണ് നവംബർ 25-നെ വിശേഷിപ്പിക്കുന്നത്. തിളക്കമാർന്ന ഭാവി, അതിക്രമങ്ങളിൽ നിന്ന് മോചനം എന്നതിനെയാണ് ഓറഞ്ച് നിറം പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 16 Days of ആക്ടിവിസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഖി എന്ന സംഘടനയെക്കുറിച്ചും സെക്രട്ടറി ഏലിയാമ്മ വിജയൻ വാർത്താ തരംഗിണിയോട്.
സഖി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു സംഘടനയാണ്. ഞങ്ങൾ എല്ലാ വർഷവും നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഓൺ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആ ദിവസം ആചരിക്കാറുണ്ട്. ആ ദിവസം മാത്രമല്ല, ആ ദിവസത്തിൽ തുടങ്ങി ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. അതിനിടയിലുള്ള 16 ദിവസം 16 ഡേയ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ലോകത്ത് ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ 16 ഡേയ്സ് ആക്ടിവിസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്താറുണ്ട്. അപ്പൊ അതിനിടയിൽ കുറെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാം ആചരിക്കാറുണ്ട്. അതിന് വേണ്ട പ്രചരണങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അതിക്രമങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. പ്രിവെന്റ് ചെയ്യുക തടയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരം നടത്താറുണ്ട്. ഇത് പോസ്റ്റർ ക്യാമ്പയിൻ ആകാം, കോർണർ മീറ്റിംഗ്സ്, ലഘുലേഖകള്, പോസ്റ്റേഴ്സ്, ഇങ്ങനെ പല രീതിയിൽ ഈ 16 ദിവസവും പല ആക്ടിവിറ്റീസ് പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നടത്താറുണ്ട്. കുറെ വർഷങ്ങൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടേപ്പ് ക്ലിപ്പിംഗ്സ്, ആ വർഷം നടന്ന സ്ത്രീകളുടെ മരണങ്ങളെ സംബന്ധിച്ചുള്ള പേപ്പർ ക്ലിപ്പിംഗ്സ് എക്സിബിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ധാരാളം ആളുകൾ അത് വന്ന് കണ്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. അതുപോലെ കുട്ടികളുടെ ഗ്രൂപ്പുമായിട്ട് പഞ്ചായത്തുകളിൽ ചെറിയ റാലികള്, മീറ്റിങ്ങുകൾ ഒക്കെ നടത്താറുണ്ട്. അതിലെല്ലാത്തരം അതിക്രമങ്ങളെ സംബന്ധിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. കുടുംബത്തിനകത്ത്, തൊഴിൽ സ്ഥലത്ത്, അതുപോലെ പബ്ലിക് പൊതുസ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാത്തരം അതിക്രമങ്ങളും അത് എങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുക, എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പരാമർശ വിധേയമാകാറുണ്ട്. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌൺ കാലയളവിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവയിൽ കൂടുതലും ഗാർഹിക അതിക്രമങ്ങളാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിക്രമം തടയുന്നതിനും നിരവധി നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനും താൻ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയാനും ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ആവശ്യമാണ്. സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മഹിളാ മന്ദിരവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലീഗൽ കൌൺസിലർ അഡ്വക്കേറ്റ് ലക്ഷ്മി വാർത്താ തരംഗിണിയോട് നിയമപരമായി തന്റെ രാജ്യം തനിക്ക് തരുന്ന അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും പറ്റി ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നതും അശ്ലീല ഗാനങ്ങൾ പാടുന്നതും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 2 വർഷം മുതൽ 5 വർഷം വരെ തടവും ആവർത്തിച്ചാൽ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡ് 354 സ്ത്രീകൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വകുപ്പാണ്. മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ആക്രമിക്കാൻ വന്നാലോ അല്ലെങ്കിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായാലോ പോലും ഒരു സ്ത്രീക്ക് ഈ വകുപ്പ് പ്രകാരം ചെയ്ത ആൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ്. വിവാഹബന്ധം വേർപെടുത്താതെ ഭാര്യ ജീവനോടെയുള്ളപ്പോൾ മറ്റ് വിവാഹം കഴിച്ചാൽ ഭർത്താവിന് 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസാധാരണ സാഹചര്യത്തിൽ മരണപ്പെടുകയും മരിക്കുന്നതിന് മുമ്പ് അവരെ ഭർത്താവും ബന്ധുക്കളും ഉപദ്രവിച്ചതായി തെളിഞ്ഞാൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ആംഗ്യം കാണിക്കുകയോ എന്തെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡ് 509 വകുപ്പ് പ്രകാരം 1 വർഷം തടവോ പിഴയോ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കാൻ കുറ്റം ചെയ്ത ആൾ നിയമത്തിന് മുന്നിൽ ബാധ്യസ്ഥനാണ്. വീടുകളിൽ സ്ത്രീയുടെ ആരോഗ്യം, ജീവൻ, സമാധാനം എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ആ വീട്ടിൽ താമസിക്കുന്ന പുരുഷനോ അയാളുടെ ബന്ധുക്കളോ പ്രവർത്തിക്കുന്നതിന് ഗാർഹിക പീഡനം എന്ന് പറയുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും കളിയാക്കുക, മാനസികമായി പീഡിപ്പിക്കുക, വീട്ടിൽ ചെലവ് നൽകാതിരിക്കുക തുടങ്ങിയവ ഗാർഹിക പീഡനത്തിൽ വരും. പീഡനത്തിൽ ഇരയാകുന്ന സ്ത്രീ ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിച്ചാൽ അതുവഴി നിയമസംരക്ഷണം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വഴി ലഭിക്കും. പരാതിക്കാരിക്ക് നേരിട്ടോ വക്കീൽ മുഖേനയോ പ്രസ്തുത കോടതിയെ സമീപിക്കാവുന്നതും സംരക്ഷണ ഉത്തരവും മറ്റും ലഭിക്കുന്നതാണ്. ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 181. ഇതിനെ മിത്ര 181 എന്ന പേരിലാണ് ഈ നമ്പറിനെ അറിയപ്പെടുന്നത്. ട്രെയിൻ യാത്രകളിൽ ശല്യമുണ്ടായാൽ 98 46 200 100 എന്ന നമ്പറിൽ പരാതിപ്പെടാവുന്നതാണ്. ബസ് യാത്രക്കിടയിൽ ശല്യമുണ്ടായാൽ ഒരു സ്ത്രീക്ക് പോലീസിൽ പരാതിപ്പെടാം. സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ സഹായം ലഭിക്കുന്നതിനായി
കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം. ഇത് എല്ലാ കോടതികളോടും അനുബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ പ്രധാനമായി വരുന്നത്, ഞങ്ങളുടെ അവിടെ കുടുംബ പ്രശ്നങ്ങളാണല്ലോ കൂടുതലും നോക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതുവഴി പരിചയക്കാരുമായിട്ട് ബന്ധപ്പെടുക, അതുവഴി അനാവശ്യമായ രീതിയിലോട്ടേക്കുള്ള ബന്ധങ്ങൾ പോവുക, അത് ഹസ്ബൻഡോ വൈഫോ കണ്ടെത്തുക, ഈ മുഖേനയാണ് നമ്മളിവിടെ കൂടുതലും പരാതി വരുന്നത്. ഈ തരത്തിൽ ചാറ്റ് ചെയ്യുക, അല്ലാതെ നമ്മുടെ ഈ ഇവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള കേസ് വളരെ അപൂർവമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഓഫീസിൽ നടന്ന ഒരു പരാതിക്കാർ ഞങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരോട് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് കോടതി മുഖേന ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ആണോ ആവശ്യം, അതോ കുടുംബ ജീവിതം തിരിച്ച് നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കുന്നതാണോ ആവശ്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പരാതിക്കാരുടെ ആവശ്യം പ്രൊട്ടക്ഷൻ ഓർഡർ ആണ് എങ്കിൽ ഞങ്ങൾ നേരെ കോടതിയിലേക്ക് ആ കേസ് അയക്കും. ഇല്ല, അവർക്ക് ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ച് എങ്ങനെയെങ്കിലും അയാളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ച് കുടുംബജീവിതം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ഒരു മീഡിയേഷൻ, ഞങ്ങളുടെ കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റില്ല, മീഡിയേഷൻ നൽകും. ഇനി മീഡിയേഷൻ നൽകി ഇരു കൂട്ടരെയും സംസാരിച്ച് അത് സക്സസ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇല്ല അവർക്ക് ഞങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിനെ ഞങ്ങൾ റെഫർ ചെയ്യും. സ്ത്രീകളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനും സ്വയം പര്യാപ്തമാക്കുന്നതിനുമുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ചു വരുന്നു. എന്നാൽ സാമ്പത്തികമായ അഭിവൃദ്ധിക്കുപരിയായി താൻ സുരക്ഷിതയാണെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഏത് പ്രതിസന്ധി നേരിടാനും പ്രാപ്തയാക്കുമ്പോൾ മാത്രമാണ് സ്ത്രീ സുരക്ഷയിൽ നാം വിജയം നേടിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ വിശദീകരിക്കുകയാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻ ഫാമിലി കൌൺസിലർ മിനി പ്രകാശ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള അന്താരാഷ്ട്ര ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, അതിക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ സംരക്ഷണത്തിന്റെ കരുതൽ ഉണ്ടായിരിക്കുമെന്ന് മറക്കാതിരിക്കുക. എന്റെ ഇത്രയും കാലത്തെ കൗൺസിലിംഗ് അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്, പുരുഷന്റെ പരിപൂർണ ആശ്രിതത്വത്തിൽ നിൽക്കുന്ന സ്ത്രീകളാണ് അധികവും ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. ഇങ്ങനെ ഏൽക്കുന്ന മുറിവുകൾ അവരുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവിനെ പരിപൂർണമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾക്കൊരു മാറ്റം വരണമെങ്കിൽ ഏത് പ്രതിബദ്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ വിദ്യ അഭ്യസിക്കുകയും സ്വയം പര്യാപ്തത കൈവരിക്കുകയും വേണം. ലോകത്ത് നടക്കുന്ന മനുഷ്യക്കടത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഇരയാകുന്നവരിൽ 71% സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിൽ 4-3 സ്ത്രീകളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ഇവയെല്ലാം സ്ത്രീകളുടെ സുരക്ഷിതത്വം എത്രത്തോളം ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്നത് ഇപ്രകാരമാണ്: ഏതൊരു ദിവസമാണോ രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് നിരത്തുകളിൽ സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുന്നത്, ആ ദിവസമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാകുന്ന ദിനത്തിനായി നമുക്ക് അണിചേരാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.